ഗായ്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് മോർണിംഗ് വർക്കൗട്ടിന് വരുന്നത്. കൈയൊന്ന് ഡിസ്ലോക്കേറ്റ് ആയി, അങ്ങനെ കുറേ റെസ്റ്റായിപ്പോയി. അപ്പോൾ ഒരു 3 കിലോമീറ്റർ ഓടാമെന്ന് വിചാരിക്കുകയാണ്. പറ്റുമോ അറിയില്ല, നോക്കട്ടെ. ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്ത്, പക്ഷേ ഷോൾഡർ നല്ല പെയിൻ ഉണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. വരെ ലെഫ്റ്റ് ഹാൻഡ് ഷോൾഡർ റെഡിയാകുമ്പോൾ കുറേ സമയം എടുക്കും. അതുവരെ പുള്ളപ്പ് അടിക്കാനില്ല. പുഷപ്പ് അടിക്കുന്ന സീനൊന്നുമില്ല. പുള്ളപ്പ് അടിക്കുമ്പോൾ ഈ ജോയിൻ്റുള്ള നല്ലത് വേദനയാവും. അപ്പോൾ 3 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓടിയിട്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഓടുന്നത്. അപ്പം നല്ല പെയിൻ ഉണ്ട്. അതാണ് ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ട്. ഷോൾഡർ ഓടുമ്പോൾ ഇളകുന്നുണ്ട് നല്ലോണം. മഴയായിട്ട് ഇവിടെ എല്ലാ മരങ്ങളും മുറിഞ്ഞു വയ്ക്കുന്നു. ഇവിടെ ഫുള്ളൊരു ഗ്യാപ്പ് വന്ന്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വർക്കൗട്ട് സെക്ഷൻ അവസാനിച്ചു. ഓഫ് കോഴ്സ് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം, കുളിക്കണം, ചെറിയൊരു പരിപാടികളുണ്ട്. കൈക്ക് വേദന പോയില്ല, റെഡിയായി കൊണ്ടുവരണം. ഫിസിയോ ചെയ്യണം, ഫിസിയോ ചെയ്താലേ റെഡി ആവണമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് കാപ്പാട് ബീച്ചിൻ്റെ ഔട്ട് സൈഡ്. This is our rake. അപ്പോൾ സുഹൃത്തുക്കളെ നോക്കൂ, ഇതാണ് മോട്ടോർ വാഗൺ, കേരളത്തിലെ നമ്പർ 1 പ്രീമിയം കാർ സെല്ലേഴ്സ്. സുഹൃത്തുക്കളെ നോക്കൂ, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ചെറിയ പരിപാടിയുണ്ട്. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഞാൻ മഴയ്ക്ക് വിചാരിച്ചു, പക്ഷേ നല്ല വെയിലുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഞങ്ങൾ നാട്ടിൽ നിന്നൊരു 3/4 മണിക്കൂറിന് മേലോട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക്. അങ്ങനെ രാവിലെ ഒരു 10 മണിയൊക്കെ ഇറങ്ങിയതാണ്. പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ എൻട്രൻസ്. ഇപ്പോൾ റോഡ് പണിയാനെ കൊണ്ട് ഇപ്പോൾ പൊളിച്ചതാണ്. ഇപ്പോൾ ഗേറ്റും കാര്യങ്ങളൊന്നുമില്ല. നേരെ ചെല്ലുന്നത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ പരീക്ഷാ ഭവൻ്റെ അങ്ങോട്ടേക്കാണ്. പിന്നെ അവിടെ വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഈ കുട്ടികൾക്ക് പരീക്ഷാ ഭവനിൽ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇതാക്കാനൊക്കെ ഉള്ളതിനെ കൊണ്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ യൂണിവേഴ്സിറ്റി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും പോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 24 hours ക്യാമ്പസാണ്. പക്ഷേ പരീക്ഷാ ഭവനിൽ ഏത് കുട്ടികൾക്കും വേണേൽ വരാം. എല്ലാ ക്യാമ്പസിലെ കുട്ടികളും ഇവിടെ എത്തും. നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ PG സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നമ്മൾ പരീക്ഷാ ഭവനിലാണ് വരിക. അപ്പോൾ നമ്മൾ ഗ്രേഡ് കാർഡ്, മൈഗ്രേഷൻ, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് അപേക്ഷിച്ചിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ സ്പീഡ് കിട്ടണമെങ്കിൽ പരീക്ഷാ ഭവനിൽ ഓരോ അതിൻ്റേതായ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടും. മെല്ലെയാണെങ്കിൽ നമുക്ക് അവിടെ BSc BCom സെക്ഷനിൽ പോയാൽ മതി. ഞങ്ങൾക്ക് ഇതാ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗ്രേഡ് കാർഡും കിട്ടി,
പ്രൊഫഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ഒന്ന് ചുറ്റി കാണാൻ പോയി. അതിന് പോയത് സ്റ്റേഡിയത്തിലേക്കാണ്. സ്റ്റേഡിയത്തിൻ്റെ വലിയൊരു സ്റ്റേഡിയമാണ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. നമ്മൾ കുറേ കമ്പനിക്കാർ അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റേഡിയം. ഇതാണ് മറ്റേ സ്പോർട്സിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. പിന്നെ ഇവിടെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, ബൽക്ക് ഫുട്ബോൾ കോർട്ട്. അതല്ലാണ്ട് നോർമലായിട്ടുള്ള ട്രാക്കും ഫുട്ബോൾ അപ്പുറത്തുണ്ട്. പിന്നെ വോളിബോളിൻ്റെ കോർട്ടുണ്ട്, ഹൈ ജമ്പിൻ്റെ കോർട്ടുണ്ട്, ട്രിപ്പിൾ ജമ്പിൻ്റെ കോർട്ടുണ്ട്. എല്ലാം കൂടിയാണ് വരുന്നത്. പിന്നെ ഇതാ നമ്മൾ നേരെ ബോയ്സിൻ്റെ ഹോസ്റ്റൽ. ഇതിനെ കാണുന്നതാണ് ഗേൾസിൻ്റെ ഹോസ്റ്റൽ. പിന്നെ നേരെ സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് ആണ് അതുപോലെ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമുക്ക് സ്റ്റേഡിയം ഒന്ന് ചുറ്റി കണ്ടത് ഗൈസ്. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്പോർട്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. സ്പോർട്സ് ഓൺലി. ആ കാണുന്നത് സ്പോർട്സ് ബോയ്സ് ഹോസ്റ്റൽ, ഇത് ഗേൾസ് ഹോസ്റ്റൽ. ഈ മുന്നിൽ കാണുന്നതാണ് ഇൻഡോർ സ്റ്റേഡിയം. ഇപ്പം നമ്മളെത്തിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഏരിയ. ഇതാണ് ബോട്ടണി ഗാർഡൻ എന്ന് പറയുന്നത്. വലിയൊരു ഗാർഡനാണ് ബോട്ടണീൻ്റെ വരുന്നത് യൂണിവേഴ്സിറ്റിയിൽ. അതിനോട് അടുത്ത് തന്നെയായിട്ട് സുവോളജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ബയോ ടെക്നോളജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഗാർഡൻ കഴിഞ്ഞ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സുവോളജിയും ലൈഫ് സയൻസും അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ വരുന്നത്. അതിൻ്റെ തൊട്ട് ഇപ്പുറം തന്നെയാണ് നമ്മൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ബോട്ടണി വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ നേരെ മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് ബയോടെക്നോളജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രേറ്റ് വന്ന് നമ്മൾ ഈ റൗണ്ട് അബൌട്ടിലെത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ. ആ റൗണ്ട് അബൌട്ടിൻ്റെ നേരെ റൈറ്റ് സൈഡായിട്ട് കാണുന്നതാണ് അവിടുത്തെ പാർക്ക്. വലിയൊരു പാർക്കാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. പക്ഷേ അത് എല്ലാവർക്കും ഓപ്പൺ ആയി കൊടുക്കുന്നില്ല. ഈവനിങ് കുട്ടികൾക്ക് 4 മണിക്ക് ശേഷം ഓപ്പൺ ആയി കൊടുക്കുന്നതാണ് തോന്നുന്നത്. ആ പാർക്ക് കഴിഞ്ഞ് നേരെ പോയി നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൻ്റെ അടുത്തേക്ക് എത്താം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണിത്. അവിടെ നിന്ന് നേരെ നമുക്ക് ബൈപ്പാസിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. അതാണ് എനിക്ക് മെയിൻ എൻട്രൻസ് ആയിട്ട് ഇനി വരാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ്റെ ബ്ലോക്കായിരിക്കും. ഇതാണ് ബൈപ്പാസിലേക്ക് പുതിയ ഉണ്ടാക്കിയ റോഡ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഗോകുലമ്മളിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗോകുലമ്മ സൽക്കാരം കയറിയിട്ട് ഒരു ബിരിയാണി അടിച്ചു, കഞ്ഞി, ഒരു പൊറോട്ട, ബീഫ് അടിച്ചു. അങ്ങനെ ആ മണിവെല്ലിന് വേണ്ടി ഞങ്ങൾ കാത്തുനിന്നു. അവസാനം അത് അടിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ പോയി ബിരിയാണി വാങ്ങി. ഒരു രക്ഷയില്ലാത്ത ബിരിയാണി. സർക്കാരത്തിൻ്റെ പേരകണ്ട ഗ്രൂപ്പ് അതിനെ കൊണ്ടുവന്നൊന്നും പറയണ്ട. അതുപോലെ തന്നെ പൊറോട്ടയും ബീഫ് കറിയും, പെപ്പർ ബീഫായിരുന്നു വാങ്ങിയത്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ ഇറങ്ങി. അപ്പോൾ ഇതിപ്പോൾ എസ് എൻ കോളേജിൽ ഒരു ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ കമ്പനിക്കാരൻ ഞാൻ കോച്ചിങ് കൊടുക്കുന്നത് ഇവിടെ. ഓനിപ്പോൾ എക്സാം അതിനെ കൊണ്ട് വരാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത് ഹൈസ്കൂൾ കുട്ടികൾക്കാണ് കോച്ചിങ് കൊടുക്കുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത് വിടുക.